ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ ദിവസം ബ്രസീലിയൻ ലീഗിൽ നടന്ന മത്സരത്തിൽ അത്ലറ്റിക്കോ പാരനൈൻസിനോട് എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് സാന്റോസ് പരാജയപ്പെട്ടത്. നമുക്കറിയാം, ഈ മത്സരത്തിൽ നെയ്മർ ജൂനിയർ സസ്പെൻഷൻ മൂലം കളിച്ചിരുന്നില്ല. നിലവിൽ ബ്രസീലിയൻ ലീഗിൽ റെലഗേഷൻ സോണിലാണ് സാന്റോസ് ഉള്ളത്. 17ാം സ്ഥാനത്താണ് ഉള്ളത്. 21 മത്സരങ്ങളിൽ നിന്ന് കേവലം 5 വിജയങ്ങൾ മാത്രമുള്ള സാന്റോസിന് 22 പോയിന്റ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. നെയ്മർ ജൂനിയർ ഇല്ലെങ്കിൽ സാന്റോസ് വട്ടപൂജ്യമാണ് എന്ന് പറയേണ്ടി വരും. അതായത് നെയ്മർ ജൂനിയർ ഇല്ലെങ്കിൽ സാന്റോസിന് വിജയിക്കാൻ കഴിയുന്നില്ല, പ്രത്യേകിച്ച് ബ്രസീലിയൻ ലീഗിൽ വിജയിക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ ചില കണക്കുകൾ, തെളിവുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ഈ ബ്രസീലിയൻ ലീഗിൽ നെയ്മർ ജൂനിയർ ഉണ്ടായപ്പോൾ 4 വിജയങ്ങൾ നേടാൻ സാന്റോസിന് കഴിഞ്ഞിട്ടുണ്ട്. 3 തോൽവികളും 2 സമനിലകളുമാണ് അവർക്ക് വഴങ്ങേണ്ടി വന്നിട്ടുള്ളത്. പക്ഷെ നെയ്മർ ജൂനിയർ ഇല്ലാതെ ഒരൊറ്റ വിജയം മാത്രമാണ് ബ്രസീലിയൻ ലീഗിൽ സാന്റോസ് നേടിയിട്ടുള്ളത്. 5 തോൽവികളും 5 സമനിലകളും അവർക്ക് വഴങ്ങേണ്ടി വന്നു. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. നെയ്മർ ജൂനിയർ ഇല്ലെങ്കിൽ വിജയിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. തോൽവികളും സമനിലകളും അവർക്ക് വഴങ്ങേണ്ടി വരുന്നു. നെയ്മർ ജൂനിയർ ഉണ്ടെങ്കിൽ സാന്റോസ് മികച്ച പ്രകടനം നടത്തുന്നു, കൂടുതൽ വിജയങ്ങൾ നേടാൻ അവർക്ക് സാധിക്കുന്നു എന്നുള്ളത് ഇതിൽ നിന്നും വളരെ വ്യക്തമാണ്. ഏതായാലും നെയ്മർ ജൂനിയർ സാന്റോസ് വിടാനുള്ള ഒരുക്കത്തിലാണ്. വരുന്ന ഡിസംബർ മാസത്തോടുകൂടി സാന്റോസ് അദ്ദേഹം വിട്ടേക്കും എന്നാണ് റിപ്പോർട്ടുകൾ. നിലവിൽ സാന്റോസിന്റെ അവസ്ഥ ദയനീയമാണ്. ഇനിയിപ്പോൾ നെയ്മർ കൂടി പോയി കഴിഞ്ഞാൽ സാന്റോസ് കൂടുതൽ തകർന്നടിയാൻ തന്നെയാണ് സാധ്യതകൾ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം കാണാം.